നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൊള്ളാമല്ലോടാ കഥ. ഇത് ഞെട്ടിക്കുന്ന കഥ തന്നെ. ഇത് കഥയല്ല പെരുവരെ, ജീവിതമാണ്. ആയിക്കോട്ടെ, ഈ ജീവിതം വെച്ച് നമുക്ക് മാണിക്യമംഗലം വിശ്വനാഥൻ എന്ന നാറിയുടെ ജീവിതം എങ്ങനെ പരമാവധി അലങ്കോലമാക്കാന്ന് നോക്കാം. അതെ പെരുവരെ, അതിനാദ്യം വേണ്ടത് ആ സൂണനെ പുറത്തിറക്കണം. ഇറക്കാം. അവനെ മാത്രമല്ല, മാണിക്യമംഗലത്തുകാരുടെ മുഴുവൻ ശത്രുക്കളെയും നമുക്ക് പുറത്തിറക്കാം. എന്നിട്ട് അവരെ വെച്ച് അവന്റെയൊക്കെ മൂട്ടിൽ പുകയിടാം. മാണിക്യമംഗലത്തുകാരെ തകർക്കാൻ എനിക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടിയിട്ടല്ല. അവർക്ക് പറ്റിയ തണ്ടിയൊക്കെ ഇവനൊക്കെയാ. ശ്രീനാരിപുരത്തെ ചെട്ടിയാർക്ക് ശത്രുവാക്കാൻ മാത്രം യോഗ്യത വിശ്വനാഥനില്ല. അലച്ചാർക്കുന്ന കടലിന് മുന്നിൽ കൈക്കുടുന്ന വെള്ളത്തിന് എന്ത് വിലയാടാ ഉള്ളത്? അതേ പെരിയരെ, വിശ്വനാഥനെ തകർക്കാൻ ഈ സുഗുണം തന്നെ ധാരാളം. അവന്റെ പകയ്ക്ക് ഒരു വജ്രമുനയുടെ കരുത്തും കത്തലും ഉണ്ടാവും. കൂട് തുറന്നു വിട്ടാല് ആ പകയിൽ ഏത് കൊട്ടാരക്കെട്ടും കത്തി അമരും. വിശ്വനാഥന്റെ പതനം അതെനിക്കൊന്ന് കാണണം. അതും ഒരു കൃമികീടത്തിന്റെ കൈകൊണ്ട്. അവനെ ഞാൻ പുറത്തിറക്കും, പൊന്നും വില കൊടുത്ത്. ചെന്ന് അവനെ കണ്ട് സംസാരിച്ച് കാര്യം തീർപ്പാക്കും. ഏർപ്പാടുകള് ഞാൻ ചെയ്തോളാം. നിനക്ക് പോകുമ്പോ ആ ഗണേശനും കൂടി കൂട്ടിക്കോ. നെത്തോലിയാണെങ്കിലും അവൻ ആളുമെടുക്കനാ. നിനക്കൊരു സഹായവും. ശരി പെരിയരെ. ഐജി ദേവനായകമല്ലേ? ഇത് രഘുരാമന്, ശ്രീനാരിപുരം രഘുരാമ ചെട്ടിയാർ. വാ. അണ്ണാ, സുനീഷ്, എന്താണ് ഇതൊക്കെ? ഞാൻ നിരപരാധിയാടാ. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവളല്ലാതെ എനിക്ക് വേറെ ആരാടാ ഉള്ളത്? ചതിച്ചതാ, എന്നെ ചതിച്ചതാ. ആ മാണിക്യമംഗലത്ത് അജയൻ എന്നെ ചതിച്ചതാ. സുഗുണ, കരയാതെ. സുഗുണനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ജാമ്യത്തിലിറക്കും. അതിനുള്ള ഏർപ്പാടൊക്കെ ചെട്ടിയാര് ചെയ്തിട്ടുണ്ട്. ചെട്ടിയാരാ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മാണിക്യമംഗലത്തുകാരെ തകർക്കാൻ അങ്ങേരെന്തും ചെയ്യും. പക്ഷെ സുഗുണം കൂടെ ഉണ്ടാവണം. നിക്കാം, ആരുടെ കൂടെ വേണമെങ്കിലും നിക്കാം. എനിക്കൊറ്റ ലക്ഷ്യമുള്ളൂ, ആജയനെ കുത്തിക്കീറി അവന്റെ കുടൽമാല പുറത്തിടണം. കുടൽമാല മാത്രമല്ല, അവന്റെ വാരിയൽ വരെ നമുക്ക് വലിച്ചു പുറത്തിടാം. ഇനി മുതൽ സുഗുണൻ ഒറ്റയ്ക്കല്ല, ശ്രീനാരിപുരം ഗ്രാമം മുഴുവൻ കൂടെയുണ്ട്.
അണ്ണാ എന്നാലും സുരേഷ്, അവൻ എന്റെ സിന്ധുവിന് അവളൊരു പാവായിരുന്നില്ലടാ. അണ്ണ കരയല്ലേ, അണ്ണന്റെ കൂടെ ഞങ്ങളുണ്ട്. നമുക്കൊരുമിച്ച് പ്രതികാരം ചെയ്യാം. ആ വക്കീലെ പറ. അജയൻ എവിടെയുള്ളത്? ഞാൻ ഈ വീട്ടില. എന്താ വക്കീലെ? എനിക്ക് അജയനൊന്ന് കാണണമല്ലോ. ആ, പിന്നെന്താ, കാണാലോ. ഞാൻ എപ്പോഴാ വക്കീലെ വരണ്ടേ? എന്തിനാ വൈകിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ പോന്നുള്ളൂ. ഓ പിന്നെന്താ, ദാ ഇറങ്ങി. നീറി പുകഞ്ഞതൊന്നും കത്തി തീർന്നിട്ടില്ലല്ലേ? ഇനിയെങ്കിലും നിനക്ക് ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞൂടെ? അറിയാനുള്ള കൗതുകം കൊണ്ടല്ല മോളെ. നിന്റെ ഭാരം അത്രയും കുറയുമല്ലോ എന്ന് വിചാരിച്ച. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല, ഇനിയും ഉണ്ട് ഈ മനസ്സിൽ ഒരുപാട് കഥകൾ. നിനക്കൊന്ന് സ്വസ്ഥമായി ഉറങ്ങണ്ടേ മോളെ? ഞങ്ങൾ നിനക്ക് സ്വന്തം കൂടപ്പിറപ്പുകളല്ലേ? ഞങ്ങളോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്നൂടെ? ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ലാത്തതുകൊണ്ട്